മുകളിൽ നിന്ന് വീണ പയ്യൻ മരിച്ചു പോകാതെ തലയ്ക്ക് പരിക്കുപറ്റി മരണത്തോട് മല്ലിട്ടുകൊണ്ടിരുന്നു. എന്നാൽ അതുകൊണ്ട് ആ പെൺകുട്ടി ഒരു ചെടിച്ചട്ടി എടുത്ത് തലക്കടിച്ച് കൊല്ലാനായി ഓങ്ങിയതും വില്ലൻ നിർത്താൻ പറയുന്നു. ഞാൻ നിങ്ങൾക്കൊരു ലാസ്റ്റ് ചാൻസ് തരാം. നിങ്ങളുടെ മകളെ നിങ്ങളുടെ സമ്മതത്തോടെ എൻ്റെ കൂടെ അയക്കൂ. എന്നിട്ട് മകനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി രക്ഷിക്കാൻ പറയുന്നു. അത് സമ്മതിച്ചില്ലെങ്കിൽ നിങ്ങളുടെ മകളെ കൊണ്ട് വൈഫിനെയും മകനെയും കൊല്ലിക്കുമെന്ന് പറയുന്നു. അതിനാൽ അവർക്ക് വേറെ വഴിയില്ലാതെ മകളെ അയക്കാമെന്ന് പറയുന്നു. അച്ഛനും അമ്മയും മകളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ ഫോണിൽ ലൊക്കേഷൻ ഓൺ ചെയ്ത് മകളുടെ പോക്കറ്റിലിടുന്നു. പോകാനൊരുങ്ങുമ്പോൾ ആ പെണ്ണും വാ കൊണ്ട് സംസാരിക്കാൻ പറ്റിയില്ലെങ്കിലും ദയവ് ചെയ്ത് എന്നെ അയാളൊപ്പം അയക്കരുതെന്ന് കണ്ണുകൊണ്ട് പറഞ്ഞു കരയുന്നു. പിന്നെ അവളെയും കൊണ്ട് വില്ലൻ പോകുന്നു. അവർ പോയ ശേഷം വൈഫിനോട് മകനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞിട്ട് അച്ഛൻ മകളെ രക്ഷിക്കാനായി പോകുന്നു. മറുവശം അമ്മ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഒരു കാറിടിച്ച് അമ്മയും മകനും സ്പോട്ടിൽ തന്നെ മരിക്കുന്നു. ഇവിടെ മകളെ രക്ഷിക്കുന്നതിനായി എങ്ങനെയോ ലൊക്കേഷൻ കണ്ടെത്തി അവിടെ എത്തുമ്പോൾ ഇവളെ പോലെ ട്രാപ്പ് ചെയ്ത അനേകം പെൺകുട്ടികളെ കാണുന്നു. അച്ഛൻ മതിൽ ചാടി അകത്തേക്ക് വരുന്നതും അവിടെയുള്ള പെൺകുട്ടികളെല്ലാം നായ്ക്കളെ പോലെ അവനെ കടിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ വില്ലൻ ആ സ്ഥലത്ത് വന്ന് ആ പെൺകുട്ടികളെയെല്ലാം പോകാൻ പറയുന്നു. നീ എങ്ങനെയാണ് ഈ സ്ഥലം കണ്ടുപിടിച്ച് വന്നതെന്ന് ചോദിക്കുന്നു. അച്ഛൻ ഒന്നും മിണ്ടാതെ കിടക്കുമ്പോൾ വില്ലൻ ആര്യയോട് ചോദിക്കുന്നു. ഈ ഫോണിലെ ലൊക്കേഷൻ വെച്ചാണ് ഫോളോ ചെയ്ത് വന്നതെന്ന് അവൾ പറയുന്നു. ഉടനെ ഫോൺ എറിഞ്ഞ് ഉടയ്ക്കാൻ പറയുന്നു. ഇവിടെയുള്ള പെൺകുട്ടികളെല്ലാം ചേർന്ന് നിന്നെ കടിച്ചു മുറിച്ച് തിന്നാൻ പോകുന്നു എന്ന് പറഞ്ഞതും ഞാൻ മരിക്കാൻ തയ്യാറായാണ് വന്നത്. എന്നാൽ എൻ്റെ മരണം എൻ്റെ മകളുടെ കൈകൊണ്ടായിരിക്കണം എന്ന് പറയുന്നു. അവസാന ആഗ്രഹം നിറവേറ്റാം എന്ന് പറഞ്ഞിട്ട് മറ്റ് പെൺകുട്ടികളോട് ആര്യ മാത്രമേ ഇയാളെ കൊല്ലാവൂ എന്ന് പറയുന്നു. അവൻ അങ്ങനെ പറഞ്ഞു തീരുന്നതും അവളുടെ അച്ഛൻ എഴുന്നേറ്റ് അവൻ പറയുന്നത് കാതുകൊണ്ട് കേട്ടാലല്ലേ അനുസരിക്കൂ എന്ന് പറഞ്ഞ് കത്രികയെടുത്ത് അവളുടെ കാതിൽ കുത്തിക്കയറ്റുന്നു. വില്ലനും ആര്യയോട് അയാളെ കൊല്ലാൻ പറയുന്നു. എന്നാൽ അയാൾ പറയുന്നതൊന്നും അവൾ അനുസരിച്ചില്ല. മറ്റ് പെൺകുട്ടികളോട് അറ്റാക്ക് ചെയ്യാൻ പറയുന്നതിന് മുമ്പേ വില്ലനെ അടിച്ച് ബോധം കെടുത്തുന്നു. നാക്കുണ്ടെങ്കിലല്ലേ നീ സംസാരിക്കൂ എന്ന് പറഞ്ഞ് വില്ലൻ്റെ നാക്ക് തന്നെ വെട്ടിയെടുക്കുന്നു. ഉടനെ എല്ലാ പെൺകുട്ടികളും അയാളുടെ കൺട്രോളിൽ നിന്നും രക്ഷപ്പെടുന്നു. ലാസ്റ്റ് വില്ലനെ കൊല്ലാതെ പല വർഷങ്ങളായി ഒരു റൂമിലടച്ചു വെച്ച് അവനെ കഴിക്കുന്നതിനായി ചത്ത എലിയും തേയിലയും മാത്രം കൊടുക്കുന്നു. എങ്കിലും ആര്യയ്ക്ക് മാറ്റമൊന്നും വരാതെ മുടിയെല്ലാം കൊഴിഞ്ഞ് ഒരു പ്രതിമയെ പോലെ ജീവിക്കുന്നു. മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.